കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെ ഓടിച്ചിട്ടടിക്കാനും വരുന്ന വഴിക്ക് കാറ് തടഞ്ഞു നിർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ നടത്തിയ പ്രകടനങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അവിടെ പോലീസ് ആരെ സംരക്ഷിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം ആരും പറഞ്ഞില്ലെങ്കിലും ആ ദൃശ്യങ്ങൾ തന്നെ നമ്മളെ കാണിച്ചു തന്നതാണ്. ഒടുക്കം ഷാഫി പറമ്പിലിന് കാറിൽ നിന്നിറങ്ങി ഇതേ പോലീസിനോടും ഇപ്പറയുന്ന ഡിവൈഎഫ്ഐക്കാരോടും ഒരുപോലെ പൊരുതേണ്ടി വന്നു. ഷാഫി കാറിൽ നിന്നിറങ്ങിയത് കൊണ്ട് മാത്രം പോലീസ് അവിടെ കോടിക്കൂടി സംരക്ഷണ വലയം തീർക്കുന്നത് പോലെ ഒന്ന് നിന്നു. അപ്പോഴും എംപിക്ക് സുരക്ഷ നൽകേണ്ടത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം അവിടെ ഇല്ല. എന്നാൽ ഷാഫി പറമ്പിൽ ലോകസഭയിലുള്ളതാണ്. അവിടെ പാർലമെന്റിനെ സംരക്ഷിക്കുന്ന നിയമങ്ങളുമുണ്ട്. അങ്ങനെ സ്പീക്കർക്ക് വേണമെങ്കിലും പരാതി ഷാഫി പറമ്പിലിന് കൊടുക്കാം. എന്നാൽ ഇന്നലെ ഷാഫി പറമ്പിൽ നേരെ പോയത് ജനസാഗരത്തിന് നടുവിലേക്കാണ്, ഒരു പന്തലിലേക്കാണ്. അവിടെ തന്റെ കാര്യങ്ങൾ കൃത്യം പോയിന്റിൽ പറയുന്ന ഒരു ഷാഫി പറമ്പിലിനെ കണ്ടു. നിങ്ങൾക്ക് പ്രതിഷേധിക്കാം, നിങ്ങൾക്ക് സമരങ്ങൾ നടത്താം, പക്ഷെ അതിങ്ങനെയാവരുത്. ജനാധിപത്യത്തിൽ അതിനെല്ലാമുള്ള അവകാശങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായി പറയുന്ന ഷാഫി പറമ്പിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഞങ്ങളെ വിജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്നതും ജനങ്ങളെയാണ്, ആ ജനങ്ങളെ ഞങ്ങൾ ഭയപ്പെടുന്നുള്ളൂ എന്ന്. ഒരു മാങ്കൂട്ടം വിഷയത്തിൽ എത്ര നാൾ നിങ്ങൾ ഈ ഷാഫി പറമ്പിലിനെ മുൾമുനയിൽ നിർത്താനും അമ്പെയ്ത് നിർത്താനും ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് സാധിക്കില്ല. കാരണം കെ ശൈലജയെ പോലെയുള്ള CPM-ന്റെ ഒരു വലിയ മുഖം, വനിതാ മുഖം എന്നതിനപ്പുറത്ത് തന്നെ നിൽക്കുന്ന ഒരു വലിയ മുഖം, ഒരു വേള മുഖ്യമന്ത്രി കസേരയിലേക്ക് വരെ പേര് ചേർക്കപ്പെട്ട ഒരു വനിത, അവരെ പോലും തോൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിലിന്. അവിടെയാണ് CPM ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവിന്റെ കരുത്തറിയുന്നത്. ഉമ്മൻചാണ്ടി സ്കൂളിൽ പഠിച്ചതിന്റെ ഗുണഗണങ്ങൾ എന്താണ് എന്നറിയുന്നത്. അവിടെ അവർ ഭയന്നു പോവുക തന്നെ ചെയ്യും. ആ ഭയപ്പാടിൽ നിന്നാണ് എവിടെ വെച്ച് തീർക്കാൻ കിട്ടുമോ അവിടെ വെച്ച് തീർക്കാൻ ഈ പറഞ്ഞ ഡിവൈഎഫ്ഐ പട്ടാളത്തെ CPM ഇറക്കുന്നതും. എന്താണെങ്കിലും അവിടെയൊന്നും ഒരു ചുവട് പോലും ഷാഫി പറമ്പിലിന് പിഴച്ചിട്ടില്ല, ഇനി പിഴക്കുകയുമില്ല. നിർത്തിപ്പൊരിക്കുന്ന ഷാഫിയുടെ ഒരൊന്നൊന്നര പ്രസംഗമുണ്ട്, അതൊന്ന് കാണാം. ചോദിക്കുന്നത് CPM-ന് ഇത്രയും സ്വാധീനമുള്ള ഒരു സ്ഥലം, പതിറ്റാണ്ടുകളായി നിങ്ങളുടെ കയ്യിലുള്ള പഞ്ചായത്തിന്റെ ഭരണം, നിങ്ങളുടെ രാഷ്ട്രീയ മേൽക്കോയ്മ എത്രയോ ഉള്ള പ്രദേശങ്ങൾ, പാർട്ടി ഗ്രാമങ്ങളെ പോലെ നിങ്ങൾ കൊണ്ടു നടന്നിരുന്ന പ്രദേശങ്ങളിൽ ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിൽ ഒരു കുട്ടി മാറി ജയിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? സ്കൂൾ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരം എന്തിനാണ് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? ഈ പരിപാടി നേരത്തെ പെർമിഷൻ എടുത്ത പരിപാടിയാണ്. ഇതിന്റെ പന്തൽ നേരത്തെ തന്നെ തയ്യാറാക്കാൻ തുടങ്ങിയ പരിപാടിയാണ്. ഇതിന്റെ പന്തലും ഇതിന്റെ ഒരുക്കങ്ങളും ഇതിന്റെ പ്രചരണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ ആ മെയിൻ റോഡിലൂടെ ഒരു വാഹനം, ഒരു അനൗൺസ്മെന്റ് വാഹനം കടന്നു പോകുന്നത് എന്തിനാണ് നിങ്ങളിൽ ഇത്ര അസഹിഷ്ണുത ഉണ്ടാക്കുന്നത്? ഒരു അനൗൺസ്മെന്റ് വാഹനമോ ആ വാഹനത്തിന്റെ ചുറ്റിലുമുള്ള ഒരു ഫ്ലെക്സ് ബോർഡോ പോലും നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മേപ്പയൂരിലെ ജനങ്ങൾക്കും തിരിച്ചറിവുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ എന്തൊക്കെയോ മേപ്പയൂരിൽ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് തിരിച്ചറിയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ 6 പതിറ്റാണ്ട് കാലം കൊണ്ടു നടന്ന പഞ്ചായത്തിന്റെ ഭരണം, 60 കൊല്ലം നിങ്ങൾ കൊണ്ടു നടന്ന പഞ്ചായത്തിന്റെ ഭരണം, 60 കൊല്ലം നിങ്ങളെ ഭരണമേൽപ്പിച്ചതിന്റെ ഗുണം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കിട്ടിയെന്ന ബോധ്യം അവർക്കില്ലാതായി തുടങ്ങിയിട്ട് അതിനെതിരെ ഒരു മാറ്റം വേണമെന്ന് അവർ ആഗ്രഹിച്ചു തുടങ്ങുമ്പോ ആ മാറ്റം, ജനങ്ങൾക്ക് ആവശ്യമായ മാറ്റത്തെ ഏറ്റെടുത്ത് നടപ്പിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ഏറ്റെടുക്കുമ്പോ, ആ മാറ്റത്തിനു വേണ്ടി ജനങ്ങൾ കാത്തു നിൽക്കുമ്പോ അതിൽ നടത്തുന്ന പ്രചരണങ്ങളോട് നിങ്ങളുടെ അസഹിഷ്ണുത മൂലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ കൈ തിരിച്ചോടിക്കാൻ ശ്രമിക്കുമ്പോ ഒരു കാര്യം, ഈ വേദിയിൽ നിന്നുകൊണ്ട് അപ്പുറത്താരുടെങ്കിലും കൈയൊടിക്കുമെന്ന് പ്രസംഗിക്കാൻ വന്നതല്ല ഞാൻ. പക്ഷെ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയാം, നിങ്ങൾ ആ കൈയൊടിക്കാൻ ശ്രമിച്ചതിന്റെ കാരണം ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെ മുൻകൂട്ടി കാണുന്നതാണെങ്കിൽ അതിവിടെ സംഭവിച്ചിരിക്കുമെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഉറച്ച തീരുമാനം തന്നെയാണെങ്കിൽ അതിനെ തടയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? രാഷ്ട്രീയത്തിൽ പ്രചരണം നടത്താനുള്ള അവകാശം ആർക്കും ഇല്ലേ? ഒരു വണ്ടിയുള്ള ഒരു മൈക്ക് വണ്ടി ഇപ്പുറത്ത് കൂടെ പോയാ എന്തിനാ അതിനകത്ത് ഇത്ര അസ്വസ്ഥത? എന്തിനാ? ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ ഒരു മാറ്റം ഉണ്ടായാൽ എന്തിനാ അതിനകത്ത് ഇത്ര അസഹിഷ്ണുത? എന്തിനാ? സ്കൂളിനകത്തെ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കാൻ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് കുട്ടികൾ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് അതുപോലും ഒക്കെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണം എന്താ? കാര്യം എന്താ? പ്രിയമുള്ളവരെ, ജനങ്ങളുടെ പ്രതികരണങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുന്നു, ഏറ്റവും വലിയ ശക്തി
അത് ജനങ്ങളാണ് എന്നുള്ളത് ഒരാളും മറന്നുപോകണ്ട. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടമല്ല, പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ ഭരണസമിതിയുമല്ല, അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും മാത്രമാണ് എന്നുള്ളത് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അല്ല. മേപ്പയൂര് ഇവിടുത്തെ ജനങ്ങളുടേതാണ് എന്നുള്ളത് അരക്കെട്ട് ഉറപ്പിക്കുന്ന തീരുമാനം അവരുടെ ഭാഗത്തുണ്ടാവാൻ വേണ്ടി പോവുക. ഇവിടെ അഴിമതിയെ സംബന്ധിച്ച്, സ്വജനപക്ഷപാതത്തെ സംബന്ധിച്ച്, വേണ്ടത്ര വികസനമില്ലായ്മയെ സംബന്ധിച്ച്, ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് അതിന്റെ പ്രചരണങ്ങൾ ഇവിടെ നടത്തും. പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വമില്ലേ? അതിന്റെ പ്രചരണങ്ങൾ ഇവിടെ നടക്കും. നിങ്ങൾ വേറെ എവിടെയും നടത്തുന്നില്ലേ? അശോക് മാഷ് അവരുടെ ഒരു പാർട്ടി പരിപാടി ഇവിടെ നടക്കുന്നില്ലേ? സത്യേട്ട നടക്കുന്നില്ലേ?